ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നുള്ളത് തൊപ്പിയുടെ കൂടെയാണ്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വിന്നറായ ജിൻഡോ ചേട്ടൻ തൊപ്പിയുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജിൻഡോ വന്ന അതിലുള്ള ഒരു റിയാക്ഷൻസും അതുപോലെ തന്നെ എൻട്രി സീൻസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തൊപ്പിയുടെ റൂട്ടറിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫുള്ളായിട്ടുള്ള വേർഷൻസ് തൊപ്പിയുടെ റൂട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, Okay, guys, let's welcome Big Boss Season 6 winner, guys. Everybody Jinjo. put up the W's in the chat. Let's go. Oof, Seda. So, Seda entry la. Vishayam. Vishayam. ലുക്കന്നേട്ടാ, ആ കോസ്റ്റ്യൂം വേറെ വെറൈറ്റി ആയല്ലോ. ബിഗ് ബോസ് ട്രോഫി അച്ഛൻ ഏത് വെറൈറ്റി ലുക്ക് ആണ് സീൻ. പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അല്ല, നമ്മള് ജയിപ്പിച്ച അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ ഇത് മാത്രം കണ്ടല്ല ജയിച്ചത്, എല്ലാരും അല്ല ജയിപ്പിച്ചതിൽ ചെറിയൊരു പങ്ക് തൊപ്പിക്കുണ്ട്. ജിൻഡോ പൊളിയാണ്, ലവ് യു. അനശ്വരാനു പിന്നല്ല നോക്കാം. അളി ലുക്കാണല്ലേ ജിൻഡോ. ജിൻഡോ ചേട്ടൻ വിഷയ ലുക്ക് കേട്ടാ. കോസ്റ്റ്യൂം വേറെ ടൈപ്പായി. എന്താ ഉദ്ദേശം? ആണങ്ങട്ട് മൊഞ്ചനായിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം. വെൽക്കം ഡ്രിങ്ക് ആടാ, ഇവിടെ സ്റ്റുഡിയോ ആണ്, ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ലടാ. അല്ലാ, വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ല. സിഗരറ്റ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ജിൻഡോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പറഞ്ഞോ. ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാനും പറഞ്ഞോ. ഇനി കിട്ടൂല, ഇനി ആള് പറക്കാൻ പോയത്, ഇനി ആളെ കിട്ടൂല. ബൈസെപ്സ് കാണിക്കാമോ? ബൈസെപ്സ് കാണിക്കാമോന്ന് ചോദിക്കുന്ന ഫാനാ. ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓ ഏതാ നിങ്ങൾ ജിമ്മിലേക്ക് പോയിട്ടായതാ? അച്ഛനോട് രാവിലെ വന്ന് കുത്തിപ്പൊക്കി കൊണ്ടുപോകണല്ലേ? ഞാൻ സ്ഥിരം വരലുണ്ട്. മസിൽ വന്നാ വിളിച്ച് റൂട്ടർ. നമ്മളെ ആദ്യമായിട്ട് റൂട്ടർ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഭവം, അതിലേക്ക് ആദ്യമായിട്ട് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങളെ ഉദ്ഘാടനം നിങ്ങളാ. ഇനാഗ്രേഷൻ ജിൻഡോയുടെ വറക്കത്ത് ജിൻഡോ കാക്ക ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞത്. ജിൻഡോ വരും ഫസ്റ്റ് ചോദിക്കുന്നത്, നമ്മളിപ്പോ ഒരു ഗ്യാങ്ങാണ്, നമ്മളെ ഗ്യാങ്ങിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ജിൻഡോ വരുമോ ഇല്ലയോ? പിന്നെ ശരിക്കോ? ഞാൻ ശരിക്കും നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറി. അപ്പൊ പിന്നെ എപ്പോ കാണും? എപ്പോഴും കാണുമല്ലോ, എപ്പോഴും കാണല്ലോ. ജിൻഡോ നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറിയപ്പോ ഇത് ഇത്ര ഈസി ആവുന്ന. സാധനം എടുക്കുക
നമ്മളെ ഗ്യാങ്ങിന്റെ ഇതെന്താ അറിയോ, ഗ്യാങ്ങിന്റെ സൈൻ എന്താ അറിയോ, ഇതല്ല കരുത്തിലുണ്ടോ. ഓ ഇത് ഈ സാധനം കണ്ട നമ്മളെ ഗ്യാങ്ങിലാന്ന് ഇതാക്കാം. ഇതെന്തോന്ന് സാധനം? ബ്രേസ്ലെറ്റാ? കഴുത്തിലിരുന്ന കണ്ണ്. ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. നോക്കെ ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. തല്ലാണല്ലോ ജിൻഡോ. ഗൂഗിൾ പേ. ജിൻഡോക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ജിം പോകുന്നത്. എന്തൊക്കെ കാണണല്ലേ. തൊപ്പി നമ്മുടെ ഗ്യാങ്ങിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്തൊക്കെ കാണണം. ഓളി ഇത് എന്താ സെറ്റപ്പ് അളിയത്? പിന്നെ ഇത് എന്താണ് സെറ്റപ്പ്? കണ്ടാ മനസ്സിലാവില്ലല്ലോ. ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ ഗെയിം സ്റ്റുഡിയോ ആണത്. എന്ത് കളി കളിക്കാല്ലേ? ഏതാന്നാ ഇത്? ഇതാണ് ഡോപ്പേസിന്റെ ഒറിജിനലാ. ഡോപ്പേസ് കോളീഗ്. ഓക്കെ നമുക്ക് ആരെങ്കിലും വിളിക്കാം. സീക്രട്ട് സായിനെ വിളിക്കാം. കണ്ണാപ്പിനെ വിളിക്കാം. ജിൻഡോ ജാസ്മിൻ. എടാ ബായ് വിട്ടു. എടാ മുണ്ടാടുന്ന അറാമ്പറപ്പ് അറിയില്ല. ഈഗിളിനെ വിളിക്കാനോ? ഇല്ല, ആദ്യം സായനെ വിളിക്കാം. സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. ഓക്കെ, സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ ജിൻഡോ കപ്പ് എവിടെയല്ല എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ഓക്കെ, അവിടെ രാത്രി കാലങ്ങളിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങളൊക്കെ പുറത്ത് പാട്ടാ. അയ്യോ അതെന്ത്? ജിൻഡോ പഠിച്ച ആർക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ആരോ ഞങ്ങൾ ചോദിക്കൂടാ. ജിൻഡോയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചോദിക്കും. ആര് ചോദിച്ചു? അടിയുണ്ടാക്കരുത്. അടി പിടിക്കുന്നില്ല, ചോദിക്കണം അടിയാ. ഫോൺ ചെയ്യുന്നില്ല, കോള് പോകുന്നില്ല. സത്യം പറഞ്ഞ പോവില്ല. അവിടെ നല്ല വെയിറ്റ് ഉണ്ടോ ഈ സാധനം? ഇതും കൊണ്ട് എല്ലായിടത്തും അടുത്ത് നടക്കും. ജിം പോകാൻ മോട്ടിവേഷൻ ചോദിക്കണം. ജിമ്മിൽ പോകാൻ മോട്ടിവേഷൻ ചോദിക്കുന്നത്. മോട്ടിവേഷൻ വേണം. ആരും പറയട്ടെ, ഇങ്ങനെയുള്ള ദിവസം രാവിലെ എനിക്ക് കണ്ണാടി നോക്കാം. അപ്പൊ കറക്റ്റായിട്ട് മോട്ടിവേഷൻ കിട്ടും. അപ്പൊ കണ്ണാടിയാണ് എനിക്ക് ആദ്യം മേടിക്കേണ്ടത് അല്ലേ? ജിമ്മ് പോകുന്നതിന് മുമ്പ് കടലാസ് വാങ്ങിയാൽ മതി അല്ലേ? റോക്കിനെ വിളിക്കണം. എന്തോന്നടേ ഗൈസ്, ആവശ്യമുള്ളത് മാത്രം പറയൂ. ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കൂ. ഓക്കെ, മറ്റേ അടുത്ത കൊല്ലം ഇങ്ങനൊരു സാധനം കൈ കിട്ടിയാണല്ലോ. കിട്ടും. സായി കൃഷ്ണൻ. ഹലോ, എന്താ പരിപാടി? എടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നടാ. ഞാൻ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചതാ. എടാ നിനക്ക് ഒരാളെ കാണിച്ചു തരണോ? നിനക്ക് ഒരാളെ കാണിച്ചു തരണേ? ആരായിരിക്കും? റോക്കിനെ വിളിക്കാതല്ലോ മുണ്ടാടുക്ക്. ആരായിരിക്കും? ഗസ് ആരായിരിക്കും? ഞാൻ ലൈവാ. ലൈവില് ഹായ് പറ. ലൈവിനോട് ഹായ് പറ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. യോ കാണിച്ചേ. എടാ ആരും ചോദിക്കട്ടെ. സായി, നിനക്കെന്താ ഇത്? ജിന്നപ്പ കപ്പടിച്ചൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. അതെന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും? നടക്കും.
ഏയ്. ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കും എന്താ എന്താ എടാ ഇവനെ അവിടെ ഇതൊക്കെ മിണ്ടാടുക്കും കോമര ഓക്കെ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ചാലഞ്ച് ചെയ്യുന്ന എന്താ ചാലഞ്ച് എന്താ എത്ര ദിവസം നിൽക്കുന്ന പറയുന്നേ അല്ലേ അത് പോയിട്ട് എല്ലാരും അന്നു നോക്കുന്നത് ഇത് പറയോ ആരെങ്കിലും പറയോ കണ്ട് ആദ്യം അതിന്റെ പേരുണ്ട് ഞാൻ ഈ സീസണാണ് നീ അറിയായിരുന്നു നീ വെറുതെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലേ പോടാ ഞാൻ എന്നെ വിളിക്കൂലേ തിരിച്ചു വന്ന് പറയാനായിട്ട് ഇത് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വരുന്നവനല്ല ഇത് തൊപ്പിയാണ്. ഓ എന്താന്നല്ലേ അവിടെയാ എടാ അത് നിനക്ക് മാത്രം, ഞങ്ങൾക്കൊക്കെ പൊന്നാ. ഓ സായി ഒരു നാൾ I'll prove you wrong. Okay, I'll prove you wrong, man. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അടുത്തോലെ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ടില്ലേ ഇത് തൊലൊക്കെ അടികൊടയിലെ കൊണ്ട് ഇവനെ അപമാനിച്ച് ഈഗോ ഇല്ല സായി തളരൂലേ എന്ത് ക്ലാസ് പിന്നെ ഞാൻ ഫുൾ ട്രെയിനിങ് മൊത്തം എടുത്തിട്ട് ഞാൻ പോവും ഓ ശരിടാ ബൈ ഗുഡ് നൈറ്റ് ഓക്കെടാ ബൈ ബൈ മച്ചാ ബൈ ബൈ മുത്തേ ബൈഡാ ലവ് യു ചേതാ കൗണ്ടർ വണ്ടർ കളിയാക്ക ആൾക്കാരാണ് അല്ലേ ഏത് മോട്ടിവേഷൻ ഇതിലും വലിയൊരു അനിമ അറിയോ അനിമയില് പോയി ഇത്രയും വലിയൊരു മോട്ടിവേഷൻ കിട്ടില്ല അല്ലേ ഇന്നത്തെ കമ്പാക്ക് വേറെ ഏടി ഞാൻ കണ്ടില്ല സിനിമ പോയിട്ട് പൊളിഞ്ഞു ജാൻമണിനെ കുറിച്ച് എന്താന്ന് ചോദിക്കുന്നത് ജാൻമണി കമ്പനി ഉണ്ട് ഇപ്പൊ നല്ല അടിപൊളി സുഹൃത്താണ്. എത്ര പുഷപ്പെടുക്കും സ്ട്രക്ചർ അമീനയ്ക്ക് ഡൊനേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ജിൻഡോ എത്ര പുഷപ്പ് എടുക്കും ഒന്ന് സ്ട്രാറ്റജി. പണിയെടുപ്പിക്കലൊന്നും നടക്കൂല പുഷപ്പല്ല പിന്നെ അല്ല, അത് സമയവും സാഹചര്യവും അനുസരിച്ചിരിക്കും. അതാ അങ്ങനെ വന്ന് പുഷപ്പ് നീ വന്ന് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ പുഷപ്പ് എടുക്കാൻ നീ ആരാന്ന് ഇവൻ വന്ന് പുഷപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നതാ ചാലഞ്ച് കുറെ ആള് ചാലഞ്ച് എല്ലാം ചെയ്യും എടാ ആളും തരും നോക്കിയിട്ട് നീ ചാലഞ്ച് ഓക്കെ എടാ ഇനി എന്താ ഞാൻ ഒരു കാര്യം വേട്ടെ ഇനി എന്തായാലും ജിന്നപ്പം നമ്മളെ ഗ്യാങ്ങിൽ കേറിയല്ല ഗ്യാങ് കേറിയോ കേറി മാലുണ്ട് കേറി നാളെയാണ് സിമ്പിൾ ഇനിയിപ്പോ ജിന്നപ്പം എപ്പോ വേണേ നമ്മളൊന്നിച്ചുണ്ടാവും